So in this video, I'm going to discuss about the basic concepts of string. So it's a just quick revision. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ നോട്ടിൽ നോക്കി തന്നെ പഠിക്കണം. ഓക്കെ. So what is a string? Actually, string in the definition എന്ന് പറയുന്നത് strings are actually one-dimensional array of characters. Okay. Terminated by a null character /0. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് എപ്പോഴും ഒരു വൺ ഡയമെൻഷണൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ തന്നെ സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തായിട്ടാണ് ഡിക്ലെയർ ചെയ്യണം? ക്യാരക്ടർ അറേ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ക്യാർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആണ് എപ്പോഴും യൂസ് ചെയ്യാം. സ്ട്രിങ്ങിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, STR എന്നോ എനി നെയിം. എപ്പോഴും നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവണം. ബിക്കോസ് ഇറ്റ് ഇസ് എ വൺ ഡയമെൻഷണൽ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ടെർമിനേറ്റഡ് ബൈ /0. നമ്മൾ കൊടുക്കുന്നതല്ല, എപ്പോഴും കമ്പൈലർ കൊടുക്കുന്നതാണ്. ഓക്കെ. ദെൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ ഒരു ഇതുപോലെ ഒരു ഡിക്ലെയർ ക്യാരക്ടർ STR ഓഫ് എന്നിട്ട് ഡബിൾ കോട്ട്സിനകത്ത് നമ്മളൊരു സ്ട്രിങ് കൊടുത്തു, ഇങ്ങനെ ബൈറ്റ്സ് എന്ന് പറഞ്ഞത് കൊടുത്തു. ഓക്കെ. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാ അത് സേവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0th പൊസിഷനിൽ, അതായത് STR എന്ന് പറയുന്ന നെയിമുള്ളൊരു സ്ട്രിങ് ഒരു അറേ ഡിക്ലെയർ ചെയ്യും. ഇതിലെപ്പോഴും നമ്മൾ സൈസ് കൊടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ നേരിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് സൈസ് കൊടുക്കാത്തത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എങ്ങനെ എഴുതും? ക്യാർ STR ഓഫ് 20 എന്നോ അങ്ങനെ എന്തെങ്കിലും സൈസ് കൊടുത്ത് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഗെറ്റ് ഓഫ് STR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത് മാത്രം. ഓക്കെ. അപ്പൊ ഈ വാല്യൂസ് STR ഓഫ് 0 P വരും, STR ഓഫ് 1 ഈ വാല്യൂ വരും, അങ്ങനെ പോകും. ഇപ്പൊ ലാസ്റ്റ് പൊസിഷനിൽ ഓട്ടോമാറ്റിക്കലി ഒരു /0 കമ്പൈലർ തന്നെ ആഡ് ചെയ്യും. ഓക്കെ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സ്ട്രിങ് എവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രിങ്. ദെൻ ഇങ്ങനെയാണ് STR ഓഫ് 0 ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. സോ ദിസ് ഇസ് ഹൗ ദ സ്ട്രിങ് ലുക്സ് ലൈക്സ്. ഓക്കെ. ഇനി സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം, എങ്ങനെ പ്രിന്റ് ചെയ്യാം? ഇപ്പൊ രണ്ട് മെത്തേഡിൽ സ്ട്രിങ്ങിനെ എന്താ പറയാ, നോർമൽ സ്കാൻഎഫ് ഫംഗ്ഷൻ, പ്രിന്റ് എഫ് ഫംഗ്ഷൻ വെച്ചിട്ട് റീഡും പ്രിന്റും ചെയ്യാം. അപ്പൊ ഇതിൽ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്കാൻഎഫ് ആണ്, പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പ്രിന്റ് എഫ് ആണ്. അപ്പൊ ഇതിനെ പറയുന്നതാണ് ഫോർമാറ്റഡ് ഇൻപുട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഫോർമാറ്റ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യണം. അപ്പൊ നോക്കിക്കേ, ആദ്യം സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്തു. സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്യാരക്ടർ അറേ ആണ്. ഓക്കെ. സൈസ് കൊടുത്തിട്ടുണ്ടാവണം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് എഴുതി പഠിക്കാം. എന്റർ ദ സ്ട്രിങ് റീഡ് ചെയ്യാൻ സ്കാൻഎഫ് %s കൊടുക്കുമ്പോൾ മാത്രം നമ്മളിവിടെ ആംപ്രസന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ സ്കാൻഎഫ് %STR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ STRലേക്ക് നമുക്ക് റീഡ് ചെയ്യാം. അപ്പൊ റീഡ് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കേണ്ട, അത് അറയിൽ മാത്രം നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ. ദെൻ പ്രിന്റ് ചെയ്യുമ്പോഴും പ്രിന്റ് ഓഫ് %STR. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് യു ക്യാൻ യൂസ് ഗെറ്റസ് മെത്തേഡ് ആൻഡ് പുട്ടസ് മെത്തേഡ്. അപ്പൊ ഗെറ്റസ് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ റീഡ് ചെയ്യാൻ, സ്കാൻഎഫിന് പകരം യൂസ് ചെയ്യുന്നതാണ്. പുട്ടസ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ്. ഇതേപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഓൾറെഡി റീഡ് ചെയ്തു, ഡിക്ലറേഷൻ ചെയ്തു, ഗെറ്റസ് ഓഫ് STR എന്ന് കൊടുത്താൽ മതി. അപ്പൊ അവിടെ ഫോർമാറ്റ് സ്പെസിഫൈ ഉണ്ട്, %s ആവശ്യമില്ല. അപ്പൊ ഇങ്ങനത്തെ മെത്തേഡ് ഓഫ് റീഡിങ് ആൻഡ് പ്രിന്റിങ്ങിനെ പറയുന്നതാണ് അൺഫോർമാറ്റഡ് റീഡിങ് ആൻഡ് പ്രിന്റിങ്. ഓക്കെ. അപ്പൊ ഇത് എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റൻ ആണ്, വാട്ട് ഇസ് ഫോർമാറ്റഡ് IO, അൺഫോർമാറ്റഡ് IO? ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. ഫോർമാറ്റഡ് IO എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് ഡേറ്റ് കിട്ടും. ഓക്കെ. അതായത് ഇന്റീജർ വേണമെങ്കിൽ ഇന്റീജർ കിട്ടും. നമ്മൾ %d എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റീജർ റീഡ് ആവും. %s എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് റീഡ് ആവും. %c എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരക്ടർ റീഡ് ആവും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിട്ടുന്നതാണ് ഫോർമാറ്റഡ് IO. അൺഫോർമാറ്റഡ് IO എന്ന് പറഞ്ഞാൽ എന്ത് റീഡ് ചെയ്താലും അത് ക്യാരക്ടർ ആയിട്ട് എനിക്ക് റീഡ് ചെയ്യാം. ഓക്കെ. അതായത് ഗെറ്റസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് റീഡ് ചെയ്താലും അത് എന്തായിരിക്കും? ഒരു ക്യാരക്ടർ ആയിട്ട്. അതിന്റെ ഉള്ളിൽ നമ്മൾ 1 കൊടുത്ത ഇന്റീജർ ആയിട്ടല്ല എന്തായിട്ട് റീഡ് ആവുക, അത് സ്ട്രിങ് ആയിട്ടാണ് റീഡ് ആവുക. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യണം. %d, %s. ഇവിടെ നോക്കിക്കേ, സ്കാൻഎഫിൽ നമ്മൾ %s എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഗെറ്റസിൽ നമ്മൾ % കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ ഫോർമാറ്റഡ് IO ആണെങ്കിൽ വി ഹാവ് ടു സ്പെസിഫൈ ദ ഫോർമാറ്റ്. ഇവിടെ നമുക്ക് ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഫോർമാറ്റഡ് IO ആണെങ്കിൽ നമുക്ക് ഇന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി %d എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈലർ എത്ര യൂസ് ചെയ്യുള്ളൂ? 4 ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് കോമ്പാക്ട് ആയിട്ടാണ്, അത് ഡിപ്പെൻസ് അപ്പോൺ ദ ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ നമുക്ക് എല്ലാ ഡാറ്റ ടൈപ്സും യൂസ് ചെയ്യാം, പക്ഷെ ഇവിടെ നമുക്ക് ആകെ ക്യാരക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 എക്സാമ്പിൾസ് എഴുതാം. അപ്പൊ ഇതൊന്ന് നന്നായി പഠിച്ചിട്ട് പോവാം, ഫോർമാറ്റഡ് IOയും അൺഫോർമാറ്റഡ് IO. ഇതിന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിടാം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ. ദെൻ ഫോർമാറ്റഡ് IOയിൽ നമുക്ക് കുറെ മെത്തേഡ്സ് ഉണ്ട്. ഗെറ്റസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാനാണ്. GetCH എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യാനാണ്. ഓക്കെ. GetCH എന്ന് പറയുന്നതും ഒരു സിംഗിൾ ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ തന്നെയാണ്. ദെൻ getChar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്യാനാണ്. ഓക്കെ. ദെൻ putchar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്യാനാണ്. putch എന്ന് പറയുന്നത് സിംഗിൾ ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്യാനാണ്. puts എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാനാണ്. ഇതൊക്കെ അൺഫോർമാറ്റഡ് IO ആണ്. ഓൾ ദീസ് ഫങ്ഷൻസ് ആർ
അൺഫോർമാറ്റഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാ. അതേപോലെ ഇതൊക്കെ ഫോർമാറ്റഡ് ആണ്. ഇതിലെല്ലാം നമ്മൾ പെർസെന്റേജ് എസ്, പെർസെന്റേജ് ഡി, അങ്ങനെ ഏത് ഫോർമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ സ്കാൻഎഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ജസ്റ്റ് റീഡ് ചെയ്യാനാണ്. പിന്നെ എഫ് സ്കാൻഎഫ്. ഓക്കെ, നമുക്കൊരു ഫയലിനെ സ്കാൻ ചെയ്യാൻ പറ്റും. പ്രിന്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാനാണ്. എഫ് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫയലിലേക്ക് പ്രിന്റ് ചെയ്യാനാണ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 4 ഫംഗ്ഷൻസ് ആണ്: strlen, strcpy, strcat, then strcmp. ഓക്കെ, നമുക്കറിയാം strlen എന്ന് പറയുന്നത് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. strcpy എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാനാണ്. strcat എന്ന് പറയുന്നത് 2 സ്ട്രിങ്സിനെ കമ്പൈൻ ചെയ്യാനാണ്. ഓക്കെ, cmp എന്ന് പറഞ്ഞാൽ 2 സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യും. 2 സ്ട്രിങ്സ് ഈക്വൽ ആണെങ്കിൽ അത് റിട്ടേൺ 0 റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ ഒരു മൈനസ് വാല്യൂ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ്. ഇനി ജസ്റ്റ് ഒന്ന് നോക്കിക്കുക. ഫസ്റ്റ് നമ്മളൊരു സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. str1 സി പ്രോഗ്രാമിംഗ് എഴുതിയിട്ടുണ്ട്. ദെൻ ലെങ്ത് പ്രിന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ strlen ഓഫ് str1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ലെങ്ത് കിട്ടും. അപ്പൊ 1 ഈ സ്പേസ് കൗണ്ട് ചെയ്യും. ദെൻ ഇങ്ങനെ കൗണ്ട് ചെയ്താൽ ആ ലെങ്ത് കിട്ടും. അപ്പൊ ഈ പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. strcpy എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ തന്നെ ഫസ്റ്റ് സ്ട്രിങ്ങിൽ സി പ്രോഗ്രാമിംഗ് ഉണ്ട്, സെക്കൻഡ് സ്ട്രിങ്ങിൽ ഒന്നുമില്ല. ഓക്കെ, എന്നിട്ട് strcpy str2, str1 കൊടുത്ത് എന്തുണ്ടാവും? ഈ 1 എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ എന്തുണ്ട്? സി പ്രോഗ്രാമിംഗ് ഉണ്ട്. അത് സെക്കൻഡ് സ്ട്രിങ്ങിലേക്ക് കോപ്പി ആവും. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സ്ട്രിങ് പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി അവിടെ സി പ്രോഗ്രാമിംഗ് വരും. ഓക്കെ, strcat എന്ന് പറയുമ്പോൾ രണ്ടിലും നമുക്ക് ഡേറ്റ വേണം. കോപ്പിയിൽ നമ്മൾ ഒരെണ്ണത്തിന് വേറെ എണ്ണത്തേക്ക് കോപ്പി ചെയ്യുക ചെയ്തത്. പക്ഷെ ഇവിടെ നമുക്ക് 2 സ്ട്രിങ്ങിലും ഡേറ്റ വേണം. ഫസ്റ്റ് സ്ട്രിങ്ങിൽ സി പ്രോഗ്രാമിംഗ്, സെക്കൻഡ് വണ്ണിൽ ഈസ് ഗുഡ് എന്ന് കൊടുത്തു. എന്നിട്ട് കാറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? str1 പ്രിന്റ് ചെയ്യുമ്പോൾ str1ന്റെ എൻഡിലേക്ക് എന്തുകൂടി വന്നിട്ടുണ്ടാവും? ഈസ് ഗുഡ് എന്നുകൂടി ആഡ് ആയിട്ട് വരും. അതായത് 2 സ്ട്രിങ്സിനെ ജോയിൻ ചെയ്യാനാണ് strcat. ഇതൊക്കെ സിമ്പിൾ പ്രോഗ്രാംസ് ആണ്, ജസ്റ്റ് വായിച്ചിട്ട് പോവാം. strcmp എന്ന് പറയുന്നത് 2 സ്ട്രിങ്സിന് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാനാണ്. അപ്പൊ ആദ്യത്തിൽ ABC ആണ്, സെക്കൻഡിൽ ABC ആണ്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇത് 2 ഈക്വൽ ആയതുകൊണ്ട് ഈ ആറിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? 0. അപ്പൊ 6 പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. സോ ദ മീനിങ് ഇസ് ബോത്ത് ആർ ഈക്വാലന്റ്. ഇനി -1 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 2 ഈക്വാലന്റ് അല്ല. അല്ലെങ്കിൽ +1 കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഈക്വാലന്റ് അല്ല. അപ്പൊ ഇത്രയാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ. ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. അതായത് നമ്മൾ ഒരു സ്ട്രിങ് റീഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഞാനിവിടെ റീഡ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്കാൻഎഫ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രിന്റ്എഫ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, റൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ആദ്യം ചോദിക്കുന്നത് എൻ്റർ എ സ്ട്രിങ്. ഓക്കെ, അപ്പൊ ഞാൻ സ്ട്രിങ് എൻ്റർ ചെയ്യാണ്. എന്റെ സ്ട്രിങ് എന്ന് പറയുന്നത് ഹലോ സ്പേസ് ഹൗ സ്പേസ് ആർ സ്പേസ് യു. ഓക്കെ, പക്ഷെ നമ്മുടെ സ്ട്രിങ് എന്ത് മാത്രമേ റീഡ് ആയുള്ളൂ? ഹലോ മാത്രമേ റീഡ് ആയുള്ളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കാൻഎഫ് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്പേസ് എവിടെയാണോ അവിടെ വരെ സ്ട്രിങ് എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് സ്കാൻഎഫ് ഫംഗ്ഷന്റെ ഒരു പ്രോബ്ലം. പക്ഷെ ഗെറ്റസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ റൺ ചെയ്യണം. അപ്പൊ ഈ സെയിം പ്രോഗ്രാം തന്നെ ഞാൻ ഗെറ്റസ് ഫംഗ്ഷൻ വെച്ചിട്ട് റൺ ചെയ്യാണ്. അഗെയിൻ റൺ ചെയ്തു. എൻ്റർ ദ സ്ട്രിങ്. 1 സെക്കൻഡ്. ഓക്കെ, അത് എറർ അല്ല, പുട്ടസ് ആൻഡ് പുട്ടസ്. ഓക്കെ, സോ റൺ ചെയ്തു. സോ എൻ്റർ ദ സ്ട്രിങ് വന്നു. അപ്പൊ നേരത്തെ സെയിം പ്രോഗ്രാം തന്നെ. 1 സെക്കൻഡ്, ജസ്റ്റ് റൺ ചെയ്തു. എൻ്റർ ദ സ്ട്രിങ്. നമ്മൾ ഹലോ ഹൗ ആർ യു ഇൻപുട്ട് കൊടുത്തു. സോ നമുക്ക് എൻ്റർ ദ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ വന്നു? സ്ട്രിങ് ഇസ് ഹലോ ഹൗ ആർ യു എന്ന് വന്നു. ഓക്കെ, കാരണം എന്താണ്? ഇപ്പൊ ഗെറ്റസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എൻ്റർ പ്രസ് ചെയ്യുന്നത് അവിടെ വരെ റീഡ് ചെയ്യും. സ്കാൻഎഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്പേസ് എവിടെയാണ് കൊടുക്കുന്നത് അവിടെ വരെ റീഡ് ചെയ്യുന്നു. ഇത്രയാണ് ബേസിക്സ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടു നോക്കാം. ഓക്കെ, താങ്ക് യു.